രീതിയിൽ ഏവരെയും സാധാരണക്കാരായ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിത സ്വത്തിനും നീതി നിഷേധിക്കപ്പെടുന്ന അവരുടെ മോചനത്തിന് വേണ്ടി വർക്ക് ചെയ്ത ബഹുമാനപ്പെട്ട മാതൃസ്ഥായി ഇന്ന് നിര്യാതനായ ഒരു ബഹുമാനപ്പെട്ട വേദി രണ്ട് വാക്ക് പറഞ്ഞു ചാൻസലർ രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ കൈയും കെട്ടി ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലൂടെ ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോട്ടപ്പുറ രൂപതയിൽ വികാസ് ജനറൽ ഫാദർ ആന്റണി കുരിശിങ്കലച്ച, ചാൻസലർ വെന്നിയച്ച, കോട്ടപ്പുറം കൊറോണ വികാസ് അതുപോലെ തന്നെ എ സി വൈകിൻ്റെ പ്രസിഡന്റ് KMCയുടെ പ്രസിഡന്റ് അലക്സ് ആറുപാടത്ത്, ഡി ഫ്രാൻസിസ്, ഷീല ബാബു, സജു, അബ്ദുൽ തങ്കച്ചൻ, ജോൺസൺ, ജോയ്സാറ്, അതുപോലെ തന്നെ കനീഷ് റാഫേ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം ലോകം ഒട്ടാകെ വലിയ ഒരു ദുഃഖത്തിലാണ്. നമ്മുടെ ഈ നാട്ടിൽ ഭാരതത്തിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഫാദർ സ്റ്റെയിൻ, അദ്ദേഹത്തെ അകാരണമായി ജയിലിലടച്ച് വധിച്ചിരിക്കുകയാണ് ഒരു ഭരണകൂടം. അദ്ദേഹം ചെയ്ത തെറ്റ് എന്ത് എന്ന് ഇനിയും തെളിയിക്കാനോ അത് പറയുവാനോ ഒരു ഗവൺമെൻറ്റിനും സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏതു കാരാഗ്രഹവാസിക്കും ഏതു കുറ്റവാളിക്കും ജയിലിൽ കിട്ടേണ്ട നീതിപൂർവമായിട്ടുള്ള പരിചരണം ലഭിക്കാതെ അദ്ദേഹത്തിന് ആവശ്യമായ ലോകത്തോട് മറ്റിരുന്ന അദ്ദേഹത്തിന് ഒരു പരിചരണം കൊടുക്കാതെ ഇനിയും വളരെയധികം നാളുകളായി അനധികൃതമായി തടങ്കലിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവനെ ഉത്തരവാദിത്വം പറയേണ്ടത് ഈ ഭരണകൂടമാണ്. അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് അകാരണമായ അദ്ദേഹത്തെ കൽപ്പുറങ്കിലടച്ചത്. നമുക്കറിയാം, ഈ നാട്ടിൽ മഹാഭാരതത്തിൽ ഏതു മനുഷ്യനും പ്രവർത്തിക്കുവാനും ഏത് വിശ്വാസത്തിൽ നിലകൊള്ളുവാനുള്ള ഭരണഘടന അനുശ്വാസിക്കുന്ന നിയമം ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് അനധികൃതമായ അന്യായമായി ഒരു മനുഷ്യനെ, ഒരു വയോധികനായിട്ടുള്ള ഒരു വൈദികനെ കൽത്തുറങ്കിൽ അടച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അനുഭവിച്ച പീഡനം നമ്മൾ കണ്ടറിഞ്ഞു. ഇന്ന് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് ശുശ്രൂഷ നൽകുന്നതിനും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നതിനുള്ള കോടതിയിൽ കേസ് നടക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏവർക്കും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന വേദനാജനകമായ ഈ സംഭവത്തിൽ പ്രതിഷേധം നടത്തുന്നതിനുള്ള ഈ അവസരത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട വികാസ് ജനറൽ ഫാദർ ആന്റണി കുരിശിങ്കലച്ചൻ, അദ്ദേഹത്തെ ഞാൻ ഈ പ്രതിഷേധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാൻസലർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അതിവിടെ സന്നിഹിതനാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ഭക്തരുടെ ദേവാലയത്തിൻ്റെ വികാസ് ഫാദർ അംബോസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ലിജോ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വർഗീസത്തിനെ, എൻ്റെ ഇടവക കൂടിയായിട്ടുള്ള വർഗീസത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പെട്ടെന്നുള്ള ഈ പ്രോഗ്രാമിൽ, ഈ പ്രതിഷേധത്തിൽ സന്നിഹിതനായിരിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള അലക്സ്, പോള്, ജോസി കോടത്ത് സാർ, ഇ ഡി ഫ്രാൻസിസ്, കനീഷ് റാഫേൽ, പ്രഷീല, ജോൺസൺ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ പ്രതിഷേധത്തിലേക്ക് സ്വാഗതം ചെയ്തതോടൊപ്പം തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും ഇതിൻ്റെ കണ്ണികളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി ഈ പ്രതിഷേധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രതിഷേധ ജ്വാല പരിശോധനവും അതോടൊപ്പം തന്നെ നമുക്കുള്ള പ്രതിഷേധം നിർമ്മിക്കുന്നത് കോട്ടപ്പുറം രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അമൃതച്ച, ലിജോ അച്ച, വർഗീസ് അച്ച, മറ്റ് അൽമായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ,
ഭാരതമേ ലജ്ജിച്ച് തല താഴ്ത്തുക എന്നാണ് ഈ അവസരത്തിൽ ഉറക്കെ വിളിച്ചു പറയാനുള്ളത്. ലോകമെമ്പാടും നോക്കിക്കാണുന്ന ഒരു വന്യ വൈദികൻ 84 വർഷം ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വൈദികൻ നീതി നിഷേധിക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിന് യാതൊരുവിധ സഹായവും ചെയ്യാതെ വൈദ്യ ശുശ്രൂഷകൾ നൽകാതെ അദ്ദേഹം ഇന്ന് മരണമടഞ്ഞ് കടന്നുപോയിരിക്കുന്നു. തൻ്റെ കൈകൾ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തി കുടിക്കുവാൻ സാധിക്കാതിരുന്നപ്പോൾ ഒരു സ്ട്രോ തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും അതുപോലും നിഷേധിച്ച ഭരണാധികാരികളും ജയിലധികൃതരും ഇതിന് ഉത്തരവാദികളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 50 വർഷത്തോളം ജാർഖണ്ഡ് ഏരിയയിലെ ആദിവാസികളുടെ സമൂഹത്തിൽ അവർക്ക് വേണ്ടി തന്നെ ജീവൻ സമർപ്പിച്ച, അവർക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച ഈ വന്യ വൈദികനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുവെന്ന് ഇന്നും ഗവൺമെന്റോ പോലീസ് അധികാരികളോ പറയുന്നില്ല. ജനാധിപത്യത്തിന്റെ മരണം, നീതിന്യായ വ്യവസ്ഥയുടെ മരണം അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പ്രതിഷേധിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭാരതമേ, ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ ഭാരത ജനതയെ ഉണരുക. നമ്മളെല്ലാവരും പ്രതിഷേധം അറിയിക്കുന്നു. ഒന്നിനായ വൈദികന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ആത്മശാന്തി നേടുന്നു. നമ്മുടെ ഈ പ്രതിഷേധ സൂചകമായി നമ്മുടെ ജ്വാല, കയ്യിലുള്ള ജ്വാല കാത്തുനിൽക്കാതെ സ്വാമി അച്ഛൻ വിടവാണ്. ഇന്ന് പല മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ ഇതായിരുന്നു. അത് 100% ശരിയുമാണ്. നീതി നടത്തിക്കൊടുക്കുവാൻ വേണ്ടി ഓടി നടന്ന സ്വാമി അച്ഛൻ നീതി നിഷേധിക്കപ്പെട്ട് ഇന്ന് മരണമടഞ്ഞു. ഒരു ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്ക് സാക്ഷ്യം വഹിച്ച നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കോട്ടപ്പുറം രൂപതയിലെ വൈദിക സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഏറെ ബഹുമാന്യരായ വൈദികരുടെ സാന്നിധ്യത്തിൽ, വിവിധ സംഘടനാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറു യോഗവും ഇവിടെ നടത്തപ്പെട്ടു. യോഗത്തിന് നേതൃത്വം നൽകിയ കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി കുരിശിംഗച്ചനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട രൂപതാ ചാൻസലർ ബെന്നി വാഴക്കൊടുത്ത അച്ഛൻ, പ്രിയപ്പെട്ട ലിജോ നാണപ്പിള്ളേച്ചൻ, ഒപ്പം ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരി അംബ്രോസ് അച്ഛൻ, വർഗീസ് അച്ഛൻ, ഇവിടെ ആയിരിക്കുന്ന KLCA, KLCWA, KRCC അതുപോലുള്ള എല്ലാ സംഘടനയുടെയും ഭാരവാഹികൾ, നേതൃത്വ സ്ഥാനത്ത് കാര്യങ്ങൾ വിദ്യാലയ ഭാരവാഹികളെല്ലാം ഇവിടെയുണ്ട്. ഏവർക്കും ഒറ്റവാക്ക് നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഇത്തരം നിഷേധങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള സാധ്യതയും പക്വതയും കഴിവും പ്രാപ്തിയും